റാന്നി പുതമണ്ണിലും പരിസര പ്രദേശങ്ങളിലും അലർജി ത്വക്ക് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. കേരളപ്പിറവി ദിനത്തോട് ചേർന്ന് മുടങ്ങിക്കിടന്ന പുതമൺ പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. ഇപ്പോൾ പഴയ പാലം പൂർണ്ണമായും പൊളിച്ചു നീക്കി പുതിയ പാലത്തിന്റെ പൈലിംഗ് ജോലികൾ നടന്നു വരികയാണ്. എന്നാൽ ഈ പാലത്തിന് സമാന്തരമായി ഏകദേശം 34 ലക്ഷം രൂപ ചിലവാക്കി സമാന്തര റോഡ് നിർമ്മിച്ചു. ഇപ്പോൾ ഈ പാതയിലൂടെയുള്ള യാത്ര വളരെ അപകടം നിറഞ്ഞ ഒന്നാണ്. ദിവസേന പല സമയങ്ങളിലായി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുണ്ട്. ഇപ്പോൾ മെറ്റലും സിമൻറ്റ് പൊടിയും മാത്രമാണ് സമാന്തര പാതയിൽ. ഒരു സമയം ഒരു ദിശയിലേക്ക് മാത്രമേ വാഹനം കടന്നു പോകാൻ പറ്റൂ. വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതോടുകൂടി പൊടിപടലങ്ങൾ കൊണ്ട് മൂടിക്കെട്ടുകയാണ്. ഈ പരിസരത്തുള്ള വീട്ടുകാർക്കൊന്നും താമസിക്കാനും യാതൊരു നിവൃത്തിയില്ല. കാരണം ആസ്മയും അലർജി സ്കിൻ രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾ, കൂടുതലും പ്രായമുള്ളവർക്ക് ശ്വാസതടസ്സങ്ങൾ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടൊന്ന് പരിഹരിച്ച് കിട്ടിയത് നന്നായിരുന്നേന്. കടയിൽ തന്നെ പുള്ളിക്കാരത്തെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളപ്പോൾ ഈ പൊടിപടലങ്ങളെല്ലാം ശ്വസിച്ചാണ് അവരോട് ഇരിക്കുന്നത്. പിന്നെ വണ്ടിക്കാർക്കും അല്ലാതെ അത് തന്നെ റോഡിൻ്റെ ഉപരിതലം പോയി കിടക്കുക. ചുറ്റുപാടുമുള്ള കടകൾ, വീടുകൾ എന്നിവിടങ്ങളിൽ പൊടികൊണ്ട് മൂടുന്ന അവസ്ഥയാണിപ്പോൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും തുമ്മൽ, ജലദോഷം, ശ്വാസതടസ്സം, മറ്റ് അലർജി രോഗങ്ങൾ പടർന്നു പിടിച്ചിരിക്കുകയാണ്. കൊച്ചുകുട്ടികളെ നിരന്തരം ആശുപത്രിയിൽ പ്രവേശിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർ ഈ പരിസരത്ത് നിരവധിയുണ്ട്. ഭക്ഷണം പോലും വീടുകളിൽ പാകം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണിപ്പോൾ. ഇരിക്കാനും കിടക്കാനും എല്ലാം ബുദ്ധിമുട്ടാണ്. ചുമയും ഇറങ്ങാൻ ഒക്കത്തില്ല, ജനൽ തുറക്കത്തില്ല, മേളിലോട്ടൊന്നും കയറണ്ട, എല്ലായിടും പൊടിയാണ്. കൊച്ചുപിള്ളേർക്കൊക്കെ പനിയായി, ആശുപത്രിയിലുമായി. ഇപ്പോഴാണ് ഒരു കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയിരിക്കുക പനിയായിട്ട്. പ്രായമുള്ളവരുണ്ട്, അസുഖമായിട്ട് കിടക്കുന്നവരുമുണ്ട്. പൊടികൾ ഞാൻ ഭയങ്കര ശല്യം. പഞ്ചായത്ത്, ഞങ്ങളുടെ ചെറുപ്പ പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്, അപേക്ഷ എഴുതി കൊടുത്തതാണ് എന്തെങ്കിലും മാർഗം ചെയ്യണമെന്ന് പറഞ്ഞു. അവർക്കാർക്ക് യാതൊരു ഇതില്ല, അവർക്കാർക്കൊന്നുമില്ല, നമ്മളല്ലേ അനുഭവിക്കുന്നത്. ഇപ്പോഴും നാളെ വണ്ടി പോകുമ്പോഴത്തേന് എന്തൊരു പൊടിയാണ്. ആഹാരങ്ങൾക്ക് പൊടിപടലങ്ങളുടെ രുചിയാണ് അനുഭവപ്പെടുന്നത്. വീടുകളുടെയും ജനാലകളും പ്രധാന കവാടങ്ങളും പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മൂടിയിരിക്കുന്ന അവസ്ഥയാണ്. വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റാത്ത ഒരവസ്ഥ. ഈ പണി എന്ന് തൊട്ട് തുടങ്ങിയ അന്ന് തൊട്ടാണ് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടായത്. പക്ഷെ പൊടി കൊണ്ട് ശ്വാസം മുട്ടലാണ്, രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വീട്ടിന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. എപ്പോഴായാലും പൊടിയുടെ ശല്യം കൊണ്ട് മെയിൻ ഈ ലോറിയും ബസ്സിൻ്റെ ആണ്. കാറുകൾ ഓടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഈ ബസ്സും ലോറിയും ഈ ഓടുമ്പോഴാണ് ഈ പൊടികൾ ഇത്രയും കൂടുതലുണ്ടാകുന്നത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്നോട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ കതവടച്ച് വീട്ടിനകത്ത് തന്നെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ആഹാരം കഴിക്കാൻ നോക്കുമ്പോൾ അതിനകത്ത് പൊടിയുടെ ചെവയാണ്. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. വീടിനുള്ളിൽ പ്രവേശിക്കുന്ന പൊടിപടലങ്ങൾ കാരണം പലതവണ വീടിനുള്ളിൽ വീണവരുമുണ്ട്. ഈ അവസ്ഥ ജനപ്രതിനിധികളോടും പഞ്ചായത്ത് അധികൃതരോടും പറയുമ്പോൾ ഫണ്ടില്ല എന്ന ഒരൊറ്റ വാക്കിൽ ഒതുക്കുകയാണ് ഇവർ. ഇപ്പോഴത്തെ ഈ അവസ്ഥ കാരണം കുടിവെള്ളം, ഭക്ഷണ സാധനങ്ങൾ എന്നിവയിൽ നിന്നും രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതകളേറെയാണ്. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് സമാന്തര പാതയ്ക്കും പൊടിപടലങ്ങൾക്കും ശാശ്വത പരിഹാരം എത്രയും വേഗം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അപകടങ്ങൾക്കും പകർച്ചാരോഗങ്ങൾക്കും ബന്ധപ്പെട്ട അധികാരികൾ മറുപടി പറയേണ്ടതായി വരും. സിറ്റി ന്യൂസ്, റാന്നി.